കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമാക്കി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥിതിയിലെ ചെറു ഘടകങ്ങളെ വേർതിരിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു. അതുകൊണ്ട് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചെറു ഘടകങ്ങളായിട്ടുള്ള ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു വ്യവസായ സ്ഥാപനം, ഒരു വസ്തുവിൻ്റെ വില, ഒരു വസ്തുവിൻ്റെ ചോദനം, ഒരു വസ്തുവിൻ്റെ പ്രധാനം മുതലായവ അങ്ങനെ വേർതിരിച്ചെടുത്തുകൊണ്ട് സൂക്ഷ്മമായി പഠിക്കുന്ന ശാസ്ത്ര ശാഖയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് നമ്മൾ പഠിച്ചു. അതിന് ഏറ്റവും ഉദാഹരണം പഠിച്ചത് 1890 വളരെ പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് മാർഷൽ ഒരു പ്രശസ്ത ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. 1890 ആൽഫ്രഡ് മാർഷൽ രചിച്ച പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, ധനശാസ്ത്ര തത്വങ്ങൾ എന്ന ഗ്രന്ഥമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഉദാഹരണമായി നമ്മൾ പറയേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ആൽഫ്രഡ് മാർഷലിന്റെ ഗ്രന്ഥം, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്, അത് പബ്ലിഷ് ചെയ്ത വർഷം 1890 ഓർത്തു വെക്കുക. അതുപോലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ചെറിയ ഘടകങ്ങളെ വേർതിരിച്ചെടുത്ത് സൂക്ഷ്മമായി പഠിക്കുന്നത് കൊണ്ട് നമ്മളതിനെ വില സിദ്ധാന്തം എന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേര് വില സിദ്ധാന്തം. കാരണം ഒരു വസ്തുവിന്റെ വില, അങ്ങനെ നിശ്ചിതമായ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് വില സിദ്ധാന്തം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. ഇനി നേരെ മറിച്ച് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ ഇക്കണോമിക്സ്. മാക്രോ നമ്മൾ മനസ്സിലാക്കി, വലുത് എന്നർത്ഥം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തൊക്കെ വേർതിരിച്ചെടുത്ത് പഠിച്ചുവോ അതിൻ്റെയൊക്കെ ആഗ്രിഗേറ്റ്സ്, മൊത്തത്തിലുള്ള പഠനമാണ്, സമഗ്രമായ പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ. അതുകൊണ്ട് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിച്ചെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ ജനസംഖ്യയെക്കുറിച്ച് പഠിക്കും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു വ്യക്തിയുടെ വരുമാനത്തെക്കുറിച്ച് പഠിച്ചെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു വ്യവസായ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ മൊത്തം വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കും. അങ്ങനെ സമഗ്രമായ പഠനം, അതിൻ്റെ പേരാണ് ആഗ്രിഗേറ്റ് ഇക്കണോമിക്സ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഞാൻ ഇതിനു മുന്നത്തെ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെയും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെയും ഘടകങ്ങൾ പൊതുവായി തരികയാണ് ചെയ്യുക. അതിനെ നമ്മൾ അതിൻ്റെ 2 വിഭാഗമായി തരംതിരിച്ചെഴുതുകയും ചെയ്യും. അപ്പോൾ ഒരു എന്ന് തുടങ്ങുന്ന പ്രത്യേക ഘടകങ്ങളെല്ലാം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലും അതിൻ്റെ എല്ലാം ആഗ്രിഗേറ്റ്സ്, ടോട്ടൽ വരുന്നതൊക്കെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലും. ഉദാഹരണത്തിന് ദേശീയ വരുമാനം, ദേശീയ ഉൽപ്പന്നം, മൊത്തം ചോദനം, മൊത്തം പ്രധാനം, GDP, ബാങ്ക് റേറ്റ്, ഇൻഫ്ലേഷൻ, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ മാക്രോ ഇക്കണോമിക്സിലാണ് വരിക, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണ് വരിക. അതുകൊണ്ട് അത് വ്യക്തമായി വേർതിരിച്ചെഴുതുക. ഇനി ഓർമ്മിക്കേണ്ടത്, നേരത്തെ നമ്മൾ മനസ്സിലാക്കി, മൈക്രോ ഇക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ വില സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് പോലെ തന്നെ മാക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ വരുമാന സിദ്ധാന്തം അഥവാ ഇൻകം തിയറി എന്നും വിളിക്കുന്നുണ്ട്. എന്താണ്? മൈക്രോ ഇക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി, വില സിദ്ധാന്തം. Similarly, macroeconomics has been often referred to as income theory, വരുമാന സിദ്ധാന്തം. ഇനി മൈക്രോ ഇക്കണോമിക്സ് നമ്മൾ പറഞ്ഞു, ആൽഫ്രഡ് മാർഷലിന്റെ പ്രശസ്ത ഗ്രന്ഥം പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് 1890 പ്രസിദ്ധീകരിച്ചതാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണം. അതേപോലെ മാക്രോ ഇക്കണോമിക്സിൽ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ജോൺ മേനാർഡ് കെയ്ൻസ് 1936 പ്രസിദ്ധീകരിച്ച ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. എന്താണ്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, പബ്ലിഷ്ഡ് ഇൻ 1936. ഇതെന്താണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അപ്പോൾ ആ വർഷങ്ങൾ രണ്ടു ഓർക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് 1890, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ബൈ ജെയിംസ് കെയ്ൻസ് 1936. ഈ വർഷങ്ങൾ ഓർത്തിരിക്കണം. ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് വർഷം. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 1936. അതോടൊപ്പം തന്നെ ജോൺ മേനാർഡ് കെയ്ൻസ് ലോകപ്രശസ്തനായ ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇക്കണോമിക്സിന്റെ
ശരിക്ക് എന്താ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് പോലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സമ്പദ് വ്യവസ്ഥിതിയിലെ, അതായത് ഒരു രാജ്യത്തിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ്. എങ്ങനെയാണ് ഒരു രാജ്യത്ത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുക? നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. മനുഷ്യനെ കുറിച്ച്, അവൻ്റെ അപരിമിതമായ ആവശ്യങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ദുർലഭമായ വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. ഒരാവശ്യം നിവർത്തിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാവശ്യം വന്നു ചേരും. പക്ഷേ വിഭവങ്ങളോ പണമോ മറ്റ് ബന്ധപ്പെട്ട ഉൽപാദന ഉപാധികളോ വളരെ ദുർലഭമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മൂന്ന് പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ, വാട്ട് ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ 3 വിഭാഗമായി തരംതിരിക്കണം. See, the basic economic problems may be classified into 3. What to produce, എന്ത് ഉൽപ്പാദിപ്പിക്കണം. Then how to produce, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. Again, for whom to produce, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ കോണ്ടക്സ്റ്റിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായത് തന്നെ എന്തുകൊണ്ടാണ്? ഇഷ്ടം പോലെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ വിഭവങ്ങളില്ലാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സമൂഹം എന്ത് ചെയ്യുന്നു, പ്രധാനപ്പെട്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ദ ക്വസ്റ്റ്യൻ, വാട്ട് ടു പ്രൊഡ്യൂസ്. സി, വി നോ millions of people living in a country requires many goods and services, but the resources of the economy in relation to human wants are strictly scarce or limited. In such a situation, the society has to take decisions regarding what type of goods and services should be produced. Okay, ഞാൻ പറഞ്ഞു, human wants are unlimited in number. When one want is satisfied, another want will crop up in its place, and so on in endless succession. ഇപ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. ഒരാവശ്യം നിവർത്തിക്കുമ്പോൾ അതിന്റെ സ്ഥാനത്ത് മറ്റൊരാവശ്യം കടന്നു വരും, അത് നിവർത്തിക്കുമ്പോൾ അതിന്റെ സ്ഥാനത്ത് മറ്റൊരാവശ്യം കടന്നു വരും. ഒരിക്കൽ പോലും മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിവർത്തിക്കുവാൻ സാധിക്കുകയില്ല. കാരണം എന്തുകൊണ്ടാണ്? വിഭവങ്ങൾ ദുർലഭമായതുകൊണ്ട്. അങ്ങനെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചു രാജ്യം, സൊസൈറ്റി തീരുമാനിച്ചു എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് അവരുടെ സംതൃപ്തി കൈവരിക്കുവാൻ ലഭ്യമാക്കണം എന്ന് തീരുമാനിച്ചു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറൈസസ്, ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് ദ പ്രോബ്ലം റിലേറ്റ്സ് ടു ദ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ലഭ്യതയാണ് ഇതിനെ നമ്മൾ തീരുമാനിക്കുക. അതിനുശേഷം ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. The problem how to produce relates to the problem of techniques of production. Okay, അപ്പോൾ problem of technique of production. Which technique is to be employed in the process of production? നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി അപ്ലൈ ചെയ്യണമോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി അപ്ലൈ ചെയ്യണമോ? ഒന്നുകിൽ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. നമ്മൾ ചിന്തിക്കണം, ഇവിടെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഒന്നുകിൽ തൊഴിൽ അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ, അതായത് ഇത് ഏത് മേഖലയിൽ ബാധകമാക്കാൻ സാധിക്കുന്നതാണ്? കൂടുതൽ തൊഴിലാളികളെയും കുറച്ച് മാത്രം മൂലധനവും യന്ത്രസാമഗ്രികളുടെ സഹായവും. ഇത് കാർഷിക മേഖലയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. ഏതാണ്? അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ, ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. ഇനി വ്യാവസായിക മേഖലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഏതാണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി, മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ് എന്നതിന്റെ മൊത്തത്തിലുള്ള ഉത്തരം എന്താണ്? ടു പ്രൊഡ്യൂസ് അറ്റ് ലോവസ്റ്റ് മിനിമം കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വി നോ റിസോഴ്സസ് ആർ സ്ട്രിക്ട്ലി സ്കേഴ്സ് ഓർ ലിമിറ്റഡ്.
Therefore, these resources should be economically made use of, should not be wasted. ഒരു കാരണവശാലും നിലവിലുള്ള ദുർലഭമായ വിഭവങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കരുത്. അത് ശ്രദ്ധാപൂർവം വളരെ ഇക്കണോമിക്കലായിട്ട് നമ്മൾ വിനിയോഗിക്കണം. അങ്ങനെ രണ്ടു തരം ഉൽപാദന തന്ത്രം നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഒന്ന്, ലേബർ ഇന്റൻസീവ് ടെക്നോളജി, അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. അത് കാർഷിക മേഖലയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തേത് ഏതാണ്? ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി, മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അപ്പൊ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതായത് ഏതൊക്കെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ആദ്യം തീരുമാനിച്ചു. ആ തീരുമാനിച്ച വസ്തുക്കൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് രണ്ടാമത് തീരുമാനിച്ചു. ഇനി അടുത്ത ചോദ്യം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഉത്തരം കണ്ടെത്തേണ്ടുന്ന ചോദ്യം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഉൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. അപ്പോൾ വ്യത്യസ്ത ഉൽപാദന ഘടകങ്ങളുടെ സംയുക്തമായ പ്രയത്നത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ഉൽപ്പന്നം. ഈ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കിട്ടി. വ്യത്യസ്ത ഉൽപാദന ഘടകങ്ങൾ, there are mainly 4 factor agents or mainly 4 factors of productions such as land, labor, capital and organization. ലാൻഡ്, ഭൂമി, ലേബർ പ്രയത്നം അഥവാ തൊഴിൽ, ക്യാപിറ്റൽ മൂലധനം, ഓർഗനൈസേഷൻ സംഘാടനം. ഒന്നുകൂടി ആവർത്തിക്കുക. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ 4 ഉൽപാദന ഘടകങ്ങൾക്കും ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. പണമായിട്ടാണെങ്കിലും 4 പേരിലാണ് അത് ലഭിക്കുക. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ പേരെന്താണ്? ലാൻഡിന് റെന്റ്, വാടക അഥവാ പാട്ടം. ഭൂമിയുടെ പ്രതിഫലത്തിന്റെ പേര് പാട്ടം അല്ലെങ്കിൽ വാടക. ലേബർ, തൊഴിൽ അഥവാ അധ്വാനം, എന്താണ്? വേജസ്, അതായത് കൂലി, വേതനം. മറക്കരുത്, ഭൂമി, പാട്ടം, പ്രയത്നം, വേതനം അഥവാ കൂലി. ക്യാപിറ്റൽ, മൂലധനം, എന്താണ്? ഇൻട്രസ്റ്റ്, പലിശ. ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, മൂലധനം, പലിശ. ഓർഗനൈസേഷൻ അഥവാ ഓണ്ടർപ്രണർഷിപ്പ്, സംഘാടനം, പ്രോഫിറ്റ്, ലാഭം. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്, ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്, ഒന്നുകിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് ചോദിക്കും. ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം. അതിന്റെ ഓരോന്നിന്റെയും മുന്നിൽ അതിന്റെ പ്രതിഫലത്തിന്റെ പേര് എഴുതാനാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എഴുതും, ഇവിടെ ഭൂമിയുടെ മുമ്പിൽ പാട്ടം, അധ്വാനത്തിന്റെ മുന്നിൽ, തൊഴിലിന്റെ മുന്നിൽ വേതനം അഥവാ കൂലി, മൂലധനം ക്യാപിറ്റലിന്റെ മുന്നിൽ പലിശ, ഓർഗനൈസേഷൻ സംഘാടനത്തിന്റെ മുന്നിൽ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഇവിടെ കലർത്തിയും ചോദിക്കാം. ഇപ്പോൾ ലാൻഡ് റെന്റ്, ഭൂമി പാട്ടം. ഇവിടെ ലേബർ എന്ന് കൊടുക്കാതെ വേജസ് എന്ന് മാത്രം കൊടുക്കും, വേതനം എന്ന് മാത്രം കൊടുക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം? പ്രയത്നം അഥവാ അധ്വാനം എന്ന് എഴുതണം, തൊഴിൽ എന്ന് എഴുതണം. നേരെ തിരിച്ച് ക്യാപിറ്റൽ മൂലധനം കൊടുത്തു, മുമ്പിൽ ബ്ലാങ്ക് ആയിട്ടു, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. പലിശ. അതുപോലെ ഇത് വളരെ തറവാക്കണം. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഉൽപാദന ഘടകങ്ങൾ പ്രധാനമായിട്ടും 4: ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. റെഡി? ഇനി അതിന്റെ റെമ്യൂണറേഷൻസ്, പ്രതിഫലത്തിന്റെ പേരെങ്ങനെയാ? പാട്ടം, വേതനം, പലിശ, ലാഭം. ഈ 4 ഉൽപാദന ഘടകങ്ങൾക്കും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മൊത്തം കൂട്ടിയാൽ ദേശീയ വരുമാനം കിട്ടും. അതിന് പറയുക നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ ചുരുക്കത്തിൽ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുത്ത ഉൽപാദന ഘടകങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ വീതിക്കണമോ,
ഇവിടെ നമുക്കറിയാം ലോകത്ത് ഇന്ന് പ്രധാനമായിട്ട് അതിൽ പിന്നീട് വരുന്നുണ്ട് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ നിലവിലുണ്ട്. അതിലൊന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥിതി, ക്യാപിറ്റലിസം. അമേരിക്കയാണ് ഉദാഹരണം. ഇവിടെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ 4 ഉൽപാദന ഘടകങ്ങളും പൂർണ്ണമായും സ്വകാര്യ വ്യക്തികളുടെ അഥവാ കുത്തക മുതലാളിമാരുടെ കൈവശം അവർ വെക്കുകയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷേ ഇന്ന് അത്തരം ഒരു ക്യാപിറ്റലിസം നിലവിലില്ല. അവിടെയൊക്കെ എന്താണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് എന്താ പറയുക, മാർക്കറ്റ് ഇക്കോണമി എന്നാണ് പറയുക. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക്ക് പകരം ഇപ്പോൾ പറയുന്നതാണ് മാർക്കറ്റ് ഇക്കോണമി. അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളെല്ലാം കൈവശം വെച്ചിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ്. അവരുടെ ഉൽപാദനം നടത്തുന്നതിന്റെ മുഖ്യ ലക്ഷ്യം എന്താണ്, ലാഭം വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി നമ്മൾ ഇപ്പോൾ എന്ത് മനസ്സിലാക്കുന്നു, മാർക്കറ്റ് ഇക്കോണമി, കമ്പോള സമ്പദ് വ്യവസ്ഥിതി. അതുകൊണ്ട് ഇറ്റ് ഈസ് ദ പ്രൈസ് മെക്കാനിസം which determines the above mentioned problems like what to produce, how to produce and for whom to produce in a capitalist or market economy. അപ്പോൾ ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, മാർക്കറ്റ് മെക്കാനിസം അഥവാ പ്രൈസ് മെക്കാനിസം. ഒന്നുകിൽ കമ്പോള സംവിധാനം അല്ലെങ്കിൽ വില സംവിധാനം. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റാൽ കൂടുതൽ വില കിട്ടുമോ, അതുവഴി കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമോ, അത്തരം ഉൽപ്പന്നങ്ങളാണ് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക. That is, those products or those goods or services having higher price or higher demand will be produced further and further, okay, and thereby to maximize profit. അങ്ങനെ ഈ 4 ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ വ്യക്തികൾ കൈവശം വെക്കുകയും സ്വകാര്യ വ്യക്തികൾക്ക് ലാഭം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയെ നമ്മൾ എന്ത് പഠിക്കുന്നു, ഉദാഹരണം അമേരിക്കയാണ്. എന്താണ് അതിന്റെ പേര്, കമ്പോള സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് ഇക്കോണമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്നതിന് പകരം നിങ്ങളിപ്പോ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞു, മാർക്കറ്റ് ഇക്കോണമി. ഇനി നേരെ തിരിച്ച് ഞാൻ പറഞ്ഞു ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എന്താണ് ഉത്തരം, എന്താണ് ഉൽപാദനത്തിൽ ആരൊക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ടു ദോസ് ഹു ക്യാൻ പേ ഫോർ ദം. അതാണ് നമ്മളിവിടെ അമേരിക്കയിൽ മനസ്സിലാക്കിയത്. ഇനി റഷ്യ, എല്ലാവർക്കും അറിയാം റഷ്യ. അവിടെ ആരാണ്, സോഷ്യലിസം. പക്ഷെ അവിടെ പക്കാ ലിറ്ററൽ മീനിങ് ഓഫ് സോഷ്യലിസം നടക്കില്ല, സോഷ്യലിസം അല്ല. നമ്മൾ നേരത്തെ മാർക്കറ്റ് ഇക്കോണമി അമേരിക്കയിൽ പഠിച്ചതുപോലെ റഷ്യയിൽ എന്ത് മനസ്സിലാക്കണം, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, കേന്ദ്രീകൃത ആസൂത്രണം ചെയ്തിട്ടുള്ള സമ്പദ് വ്യവസ്ഥിതി. അമേരിക്കയിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് സ്വകാര്യ മുതലാളിമാരാണ്, അവരുടെ ലാഭം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ റഷ്യയെ പോലുള്ള സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, കേന്ദ്രീകൃത ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥിതിയിൽ പ്രത്യേകത എന്താണ്, ഈ പറഞ്ഞ ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം, ഉൽപാദന ഘടകങ്ങൾ ഗവൺമെന്റ് കൈവശം വെച്ചിരിക്കുന്നു. എന്താണ് ലക്ഷ്യം, ജനങ്ങളുടെ ക്ഷേമം, പബ്ലിക് വെൽഫെയർ റാദർ ദാൻ പ്രൈവറ്റ് പ്രോഫിറ്റ് മോട്ടീവ്. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അപ്പോ ഇവിടെ റഷ്യയെ പോലുള്ള ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും അതുവഴി എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു നിലവിലെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ ഇന്ത്യ, മിക്സ്ഡ് ഇക്കോണമി, സമ്മിശ്ര സമ്പദ് വ്യവസ്ഥിതി. നേരത്തെ പറഞ്ഞ രണ്ടും കൂടി ചേർത്ത് നോക്കൂ, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി റഷ്യ, മാർക്കറ്റ് ഇക്കോണമി അമേരിക്ക. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും മിശ്രണം, കോമ്പിനേഷനാണ് മിക്സ്ഡ് ഇക്കോണമി. ഇവിടെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും തോളോട് തോൾ ചേർന്നുകൊണ്ട് സംയുക്തമായി മുന്നോട്ട് പോവുകയാണ്. സ്വകാര്യ മേഖലയുടെ ലക്ഷ്യം എന്താണ്, സ്വകാര്യ വ്യക്തികൾക്ക് ലാഭം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. പക്ഷേ പൊതുമേഖലയുടെ ലക്ഷ്യം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് പാവപ്പെട്ട വിഭാഗം ജനങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായതൊക്കെ ലഭ്യമാക്കിക്കൊണ്ട് സമൂഹത്തിലെ മുഴുവൻ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം പരമാവധി വർദ്ധിപ്പിക്കുക. അതാണ് നമ്മൾ കണ്ടുവരുന്ന ഇന്ത്യയിലെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ക്യാപിറ്റലിസം അതിനെന്ത് പറയണം, മാർക്കറ്റ് ഇക്കോണമി. സോഷ്യലിസം എന്ത് പറയണം, ക്യാപിറ്റലിസത്തിന്റെ എക്സാമ്പിൾ ഏതാണ്, അമേരിക്ക. സോഷ്യലിസം എന്ത് പറയണം, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, കേന്ദ്രീകൃത ആസൂത്രണം ചെയ്തിട്ടുള്ള സമ്പദ് വ്യവസ്ഥിതി. ഓക്കെ, അമേരിക്കയിൽ ലാഭം വർദ്ധിപ്പിക്കാൻ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, റഷ്യയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. ഇന്ത്യയോ
മിക്സ്ഡ് ഇക്കോണമി, കോമ്പിനേഷൻ ഓഫ് ടു, ക്യാപിറ്റലിസം പ്ലസ് സോഷ്യലിസം. ഓക്കെ, ഇവിടെ പൊതുമേഖല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും സ്വകാര്യ മേഖല അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിച്ചു പോരുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ മിക്സ്ഡ് ഇക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇവിടെ ഈ പറഞ്ഞ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ആരാണ്? രണ്ട് സ്വകാര്യ മേഖലയും പൊതുമേഖലയും സംയുക്തമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഇവിടെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, മേ ബി ക്ലാസിഫൈഡ് ഇൻ ആസ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓരോന്നിന്റെയും ഉത്തരം എന്താണ്? പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് റിലേറ്റ്സ് ടു ദ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ദ പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ലഭ്യതയാണ് അനുസരിച്ചാണ് തീരുമാനമെടുക്കുക. ഇനി ഹൗ ടു പ്രൊഡ്യൂസ് റിലേറ്റ്സ് ടു ദ പ്രോബ്ലം ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന തന്ത്രം, ഏത് ഉൽപാദന തന്ത്രം വിനിയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു, ലേബർ ഇന്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ്. By labor intensive technology we mean application of more units of labor and less units of capital. Okay, കൂടുതൽ അധ്വാന തീവ്ര സാങ്കേതിക വിദ്യയാണ്, കൂടുതൽ തൊഴിലാളികളും അല്പം യന്ത്രസാമഗ്രികളും മൂലധനവും. ഇവിടെ നേരെ മറിച്ചാണെങ്കിലോ വ്യാവസായിക മേഖലയിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി, ആപ്ലിക്കേഷൻ ഓഫ് മോർ യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലെസ് യൂണിറ്റ്സ് ഓഫ് ലേബർ. ഓക്കെ, അങ്ങനെ ഹൗ ടു പ്രൊഡ്യൂസ്, എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം? ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് വെരി സിമ്പിൾ. That is to produce goods and services at a minimum cost, minimum possible cost. Okay, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇനി ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഉൽപ്പാദനത്തിൽ പങ്കെടുത്ത ഉൽപ്പാദന ഘടകങ്ങൾക്ക് പ്രതിഫലം നൽകണം. ഇവിടെ എന്താണ്? ദ പ്രോബ്ലം റിലേറ്റ്സ് ടു ദ പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷനും ഫങ്ഷണൽ, അതൊക്കെ പിന്നുള്ള ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതാണ് ദ പ്രോബ്ലം ഓഫ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ഈ കോണ്ടസ്റ്റിൽ 4 ഉൽപ്പാദന ഘടകങ്ങൾ വ്യക്തമായി പഠിക്കുകയാണ്. ഭൂമി, പ്രയത്നം, മൂലധനം, സംഘാടനം. ഈ 4 ഉൽപ്പാദന ഘടകങ്ങൾക്കും ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ പേര് വ്യക്തമാക്കണം. ഭൂമി പാട്ടം, ലേബർ വേതനം, ക്യാപിറ്റൽ പലിശ, ഓർഗനൈസേഷൻ സംഘാടനം, ലാഭം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് പോവുക ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരു ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷനാണ്, ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷനാണ്. അത് വളരെ സിമ്പിളാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആക്കിക്കൊണ്ട് ഉൽപാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, അങ്ങനെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഒരു ചിത്രമാക്കി മാറ്റും. അത് എക്സാമിന് എസ്സേ ചോദിക്കാറുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും റെഡിയാവണം. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ വരും. അപ്പോൾ ഇത് വളരെ വ്യക്തമാക്കണം. നിങ്ങൾ എല്ലാ കുട്ടികളും നല്ല നിലയിൽ സപ്പോർട്ട് ചെയ്യണം. +2 ഇക്കണോമിക്സിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും മൈക്രോ 6, മാക്രോ 6 മുഴുവനും ഞാൻ എടുക്കുന്നതാണ്. കുറച്ച് ദിവസം എനിക്ക് ചെറിയൊരു പേഴ്സണലി ഡിലേ വന്നുപോയി. അപ്പോൾ ഇനി മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ ഫോളോ അപ്പ് ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്.